Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ഷോക്കേസർ എന്ന പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D സീനുകളിലേക്ക് ഡൈനാമിക് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലഗിനാണിത്. സെക്കൻഡുകൾക്കുള്ളിൽ 3D മോഡൽസിനെയോ 3D സീനുകളെയോ വളരെ സിമ്പിളായി ഒരു ഡൈനാമിക് ആനിമേറ്റഡ് പ്രസന്റേഷൻ ആക്കി മാറ്റാൻ ഈ പ്ലഗിനിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ആക്സസ് ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ 3D സീനിലെ മോഡൽസിനെയാണ് ഷോക്കേസർ എന്ന പ്ലഗിൻ യൂസ് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്ലഗിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാം. ഷോക്കേസർ എന്ന ഈ ഒരു പ്ലഗിൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ക്രിയേറ്റ് ന്യൂ സീക്വൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയൊരു സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു സീക്വൻസിനെ റീനെയിം ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് ഈ ഒരു ആനിമേഷൻ ചെയ്യുന്നതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീക്വൻസിലേക്ക് മോഡൽസിനെ ആഡ് ചെയ്യേണ്ടതാണ്. ആഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആനിമേറ്റ് ചെയ്യേണ്ട മോഡൽസിനെ ഈ സീക്വൻസിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 3D സീനിൽ നിന്നും ആനിമേറ്റ് ചെയ്യേണ്ട മോഡൽസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ മോഡൽസിനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എലമെന്റ്സിൽ ആഡ് സെലക്ടഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ മോഡൽസിനെയും നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് ഈ സീക്വൻസിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായി ഷോക്കേസ് എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇവിടെ സീൻസ്, മോഡൽസ് എന്നിങ്ങനെ 2 കാറ്റഗറികളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ മോഡലുകൾക്കും ഒരുമിച്ച് ആനിമേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മോഡൽസ് എന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡൽസിനെ ഇൻഡിവിജ്വലായി ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പിവറ്റ് പൊസിഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ പിവറ്റ് ആണ് സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ പിവറ്റ്, സെന്റർ, ബേസ്, ടോപ്പ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസും നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ ഡിഫോൾട്ടായ പിവറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആനിമേറ്റ് ഒബ്ജക്ട്സ് ടുഗദർ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഒരു സെറ്റ് ഒബ്ജക്റ്റുകളെയോ ലെയേഴ്സിനെയോ ഒരുമിച്ച് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. എൻട്രി ആനിമേഷൻ, എക്സിറ്റ് ആനിമേഷൻ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. എൻട്രി ആനിമേഷൻ ആക്റ്റീവ് ചെയ്യുന്നതിനായി യൂസ് ഇൻ ആനിമേഷൻ എന്ന ഈ ഒരു ടിക്ക് ഇവിടെ ഓൺ ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ടായി 0 to 30 ആണ് ഇവിടെ ഫ്രെയിംസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്യാവുന്നതുമാണ്. ഡിഫോൾട്ടായ ഈ ഫ്രെയിംസിൽ തന്നെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. അടുത്തായി ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടോ സ്കെയിലിംഗ് ചെയ്തുകൊണ്ടോ ഈ എൻട്രി ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്കെയിൽ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതിന് താഴെ ഓവർലാപ്പ്, ഈസിംഗ് എന്നിങ്ങനെ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഈസിംഗിൽ ലീനിയർ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഞാനിവിടെ സ്പ്രിംഗ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എൻട്രി ആനിമേഷന്റെ സെറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തായി എക്സിറ്റ് ആനിമേഷൻ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായി ഔട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. യൂസ് ഔട്ട് ആനിമേഷൻ എന്ന ഈ ഒരു ടിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ആനിമേഷൻ ഇവിടെ 70 to 100 ആണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഡിഫോൾട്ടായി തന്നെ ഈ ഫ്രെയിംസും യൂസ് ചെയ്യാവുന്നതാണ്. എക്സിറ്റ് ആനിമേഷനിലും സ്കെയിൽ തന്നെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഈസിംഗിൽ ലീനിയർ ചേഞ്ച് ചെയ്ത് സ്പ്രിംഗ് സെറ്റ് ചെയ്യാം. കൂടാതെ റിവേഴ്സ് ആനിമേഷൻ ഓർഡർ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ആനിമേഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു സീനിന്റെ ആനിമേഷൻ ചെയ്യുന്നതിനായി ബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ ഈ ഒരു സീനിന്റെ ആനിമേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിത് പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ആനിമേഷൻ വളരെ സിമ്പിളായി ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ആനിമേഷൻ ക്യാമറ വ്യൂയിലൂടെ ചെക്ക് ചെയ്യാം. ഈ ഒരു ആനിമേഷൻ പോസ്റ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ആനിമേഷനിൽ ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ഈ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ആനിമേഷനിൽ ചേഞ്ചസ് ചെയ്തുകൊണ്ട് വീണ്ടും റീബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ആനിമേഷന്റെ ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇതിനെ വീണ്ടും ആനിമേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം.
ടൈം കോൺഫിഗറേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആനിമേഷന്റെ ലെങ്ത് ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 250 ഫ്രെയിംസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് ടൈം കോൺഫിഗറേഷൻ ഫിനിഷ് ചെയ്യാം. അടുത്തായി ഈ ഒരു എൻട്രി ആനിമേഷനിലാണ് നമ്മൾ ചേഞ്ചസ് ചെയ്യാൻ പോകുന്നത്. എൻട്രി ആനിമേഷൻ സെലക്ട് ചെയ്ത് 125 ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അടുത്തായി എക്സിറ്റ് ആനിമേഷനിൽ സ്റ്റാർട്ട് ഫ്രെയിം 125, എൻഡ് ഫ്രെയിം 250 എന്നിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി റീബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേ ചെയ്ത ആനിമേഷനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ ഇവിടെ നിന്നും ചെക്ക് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. സ്കെയിലിംഗ് എന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു ആനിമേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആനിമേഷൻ പോസ്റ്റ് ചെയ്യാം. അടുത്തതായി പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. കരൗസൽ എന്ന ഡിഫോൾട്ട് ഓപ്ഷനാണ് ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തായി ലാൻഡിംഗ്, സീൻ അസംബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി റീബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആനിമേഷനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ലാൻഡിംഗ് എന്ന പ്രിസെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആനിമേഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ Z എന്ന ആക്സിസിൽ ഡിസ്റ്റൻസ് -300 മൂവ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് -10,000 സെറ്റ് ചെയ്തുകൊണ്ട് റീബിൽഡ് ആനിമേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി പ്ലേ ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ആനിമേഷൻ ഇവിടെ നിന്നും ചെക്ക് ചെയ്യാം. ഈ ഒരു ലാൻഡിംഗ് ഇതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള പ്രിസെറ്റുകൾ സെലക്ട് ചെയ്ത് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരേ സീനിനെ ആനിമേറ്റ് ചെയ്യാനും ഷോക്കേസർ എന്ന ഈ ഒരു പ്ലഗിനിലൂടെ സാധിക്കുന്നതാണ്. അടുത്തൊരു ആനിമേഷൻ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ സീക്വൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സെക്കൻഡ് സീക്വൻസ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മൾട്ടിപ്പിൾ ആനിമേഷൻ സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്ലഗിന്റെ ട്രയൽ വെർഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഡൗൺലോഡ് ചെയ്ത ഷോക്കേസർ എന്ന പ്ലഗിന്റെ ട്രയൽ വെർഷനാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു MCP ഫയൽ സെലക്ട് ചെയ്ത് 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഷോക്കേസർ പ്ലഗിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. കണ്ടിന്യൂ വിത്ത് ട്രയൽ വെർഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിൽ ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഷോക്കേസർ എന്ന ഈ ഒരു പ്ലഗിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.